ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളെ SBJ കൂട്ടുകെട്ട് എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളെ പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മൾ ഇന്ന് മരം മുറിക്കാൻ പോയ സമയത്ത് നമുക്ക് യാദൃശ്ചികമായി കണ്ട ഒരു വലിയ തേനീച്ച കൂടാണ്. ആ കൂട് നമുക്ക് നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പെട്ടിയിലേക്ക് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഈ കൂട് ഒരിക്കലും നശിച്ചു പോകാതിരിക്കാനുള്ള ഒരു വഴിയും കൂടി ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. എല്ലാവരും അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. കത്തിയാണ്ടേ നമ്മളെ ആ കൂടിലെ അടകളൊക്കെ എടുത്തിട്ട് നമ്മളെ പെട്ടിയിലുള്ള ചെറിയ ഈ തേനട വെക്കുന്ന ഈ ചരിത്രത്തിലുള്ള പെട്ടിയിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായി ശ്രദ്ധയോടെ എടുത്ത് വെച്ച് അത് കറക്റ്റ് ലെവലിൽ നോക്കി കട്ട് ചെയ്ത്, സാധാരണ റബ്ബർ ബാൻഡ് നമ്മൾ കൊടുക്കാറ്. ഇന്ന് റബ്ബർ ബാൻഡ് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ കയറിട്ട് ഉപയോഗിക്കുകയാണ്. എല്ലാവരും റബ്ബർ ബാൻഡ് കൊടുക്കുന്നതൊക്കെ അറിയാം. എന്നാൽ റബ്ബർ ബാൻഡ് അല്ലാണ്ട് വേറെ എന്തൊക്കെ ഉപയോഗിക്കാമെന്നുള്ളത് ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് തൽക്കാലം ഇങ്ങനെ കയറിട്ട് അട ഓവർ ടൈറ്റ് ആക്കാണ്ട് ഒന്ന് കെട്ടി വെച്ചിട്ട് നമ്മളെല്ലാം ഈ ബോക്സിലേക്ക് കെട്ടി വെക്കാവുന്നതാണ്. ഈ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, മെല്ലെ പതുക്കെയാണ് കെട്ടി വെക്കുന്നത്. ഇത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ മെല്ലെ നമുക്ക് എടുത്ത് നമ്മളെ പെട്ടിയിലേക്ക് വെക്കാവുന്നതാണ്. എല്ലാവരും വളരെ സൂക്ഷിക്കേണ്ടത്, ഇത് കുത്തിയാൽ അത്യാവശ്യം വേദന ഉണ്ടാവും. പക്ഷെ എന്തോ ഇത് പുതിയതായി സെറ്റ് വിരിഞ്ഞ് വന്ന് അവിടെ തേനടയൊക്കെ ഉണ്ടാക്കി കൂട് കൂട്ടിയ ഒരു ഈച്ച ആയതുകൊണ്ട് തന്നെ കുത്തിന് കുറച്ചുകൂടി പ്രായമുള്ള ഈച്ച കുത്തുന്നതിന് അത്ര തന്നെ സ്ട്രോങ് ഇല്ല. എന്നാലും ഒരു 5-8 കുത്ത് കിട്ടിക്കുന്നു. പക്ഷേ അത് കാര്യമായിട്ടുള്ള വലിയ വീക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇത് കുറച്ചുകൂടി പ്രായമുള്ള തേനീച്ചകളാണെങ്കിൽ നല്ല പണി കിട്ടിയാനേ, നല്ല വേദന ആവുന്നു. പക്ഷെ അത്രയും വേദന വന്നില്ല എന്തായാലും. അപ്പോൾ കുറച്ചുകൂടി പ്രായമുള്ള ഈച്ചകളും പുതിയ സെറ്റ് വിരിഞ്ഞ് വരുന്ന ഈച്ചകളും നമ്മൾ കുത്തിയാലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് അടൽ നമ്മൾ എല്ലാം സൂക്ഷിച്ച് സാവകാശം എടുത്താൽ മതി. ഇത് എടുക്കുമ്പോൾ അത്രയും ശ്രദ്ധിക്കണം. സേഫ്റ്റി സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പരിചയമുള്ളതുകൊണ്ട് മാത്രമാണ് ഇതാ കിട്ടി. ഒരു കുത്ത് അത്യാവശ്യം നല്ലോണം കിട്ടിയിന്ന്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ ആശാനാണ്, കുഞ്ഞോന്. ഏത് പരിപാടിയാണെങ്കിലും എന്തിനാണെങ്കിലും റെഡിയുള്ള ആളാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ സാവകാശം കെട്ടി വെച്ചാൽ മതി. ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നേരായി കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ വേണ്ട രീതിയിൽ റെഡിയാക്കും. അത് കഴിഞ്ഞ് നമുക്ക് കെട്ടയച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് കെട്ട് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള കെട്ടാണ്, ടെമ്പററിയാണ്, സ്ഥിരമായിട്ടുള്ളതല്ല. ഇനി വേണമെങ്കിൽ അടൽ കെട്ടാണ്ട് നമുക്ക് ഡയറക്റ്റ് ആദ്യം ഈ ബോക്സിൻ്റെ സൈഡ് കെട്ടി വെച്ചിട്ട് പിന്നെ അടലെടുത്ത് അതിലേക്ക് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താലും മതി. അപ്പോൾ 2 രീതിയിലുള്ള കെട്ട് നിങ്ങൾ കണ്ടു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി അടലെടുത്ത് മെല്ലെ അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് അത് ചുറ്റി ഒന്ന് കെട്ടി കൊടുത്താൽ മതി. ഈ മരം മുറിച്ച സമയത്തും അത്യാവശ്യം കുത്ത് കിട്ടി. ഒരു കുത്ത് കിട്ടി. കുത്ത് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ ആണി പറിച്ച് ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കിയാൽ എന്താ വെച്ചാൽ കൂടുതൽ അതിൻ്റെ വിഷം നമ്മളെ ശരീരത്തേക്ക് കയറാണ്ട് കഴിച്ചിലാവും. അപ്പോൾ തന്നെ വീക്കം കുറയുകയും ചെയ്യും. ഇങ്ങനെ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പച്ചമഞ്ഞൾ ഒരു കഷ്ണം എടുത്ത് അത് നല്ലോണം വരട്ടിയാൽ മതി. എന്നാൽ തന്നെ കുറേ പോകും. ഇതുപോലെ അടലെടുത്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അടൽമ പറ്റി പിടിച്ചിരിക്കുന്ന ഈച്ച, ഒരു ഈച്ചകൾ മൊത്തം ആ കൂട്ടിലേക്ക് തന്നെ വീണോളും. കണ്ടോ, ഇപ്പോൾ കുറേയൊക്കെ അവിടെ പാറി വീണിട്ടുണ്ട്. ബാക്കിയുള്ളതിന് അങ്ങനെ തന്നെ എടുത്ത് മെല്ലെ കെട്ടി വെക്കുകയാണ്. ഇത് അടലുമായിട്ട് ഒരുപാടൊന്നും പുറത്തേക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ വെച്ച് കെട്ടിയതാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഈ ഈച്ചകൾ അത് മെല്ലെ മെല്ലെ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ റെഡിയാക്കി സെറ്റാക്കി എടുക്കുന്നതാണ്. പറ്റുന്നത് ആ ഫ്രെയിമിനുള്ളിൽ തന്നെ കറക്റ്റായിട്ട് മുറിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് നമ്മളെ മനുഷ്യനെ ഇണക്കി വളർത്താൻ തുടങ്ങിയ ലോകത്തിലെ ആദ്യത്തെ പ്രാണികളിലൊന്നാണ് തേനീച്ച.
ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയും. അതായത് പല ജീവികളെയും പല നാളുകളായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഇണക്കി എടുത്ത് മെരുക്കി അതിനോട് ഏറ്റവും നമ്മളായിട്ട് അടുത്ത് നിൽക്കുന്ന ജീവികളെ നമുക്ക് ക്രോസ് ചെയ്യിപ്പിച്ച് നമുക്ക് വേണ്ട രീതിയിലാക്കി എടുത്തു വന്നതല്ലേ. ഡൊമസ്റ്റിക്കേഷൻ ആണല്ലോ. അത് തന്നെയാണ് ഇതും. ഇത് നമ്മൾ ചെറിയൊരു കത്തിയാണ് ഉപയോഗിച്ച് കീച്ചന്മേളിലെ കുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടൽ പൊട്ടി പോകാതെ തന്നെ മെല്ലെ മെല്ലെ എടുത്ത് വെക്കുക. ഇത് തന്നെ നമ്മൾ വഴിയുള്ളൂ, വേറെ വഴികളൊന്നുമില്ല. ഇതാണ് കൂട്. എന്തോ നമുക്ക് ചെറിയ കുറഞ്ഞ 1-2 അടൽ തേന് മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കി തേനുകളൊന്നുമില്ല. ഇങ്ങനെ മെല്ലെ ഒരു അടലെടുത്ത് അത്യാവശ്യം അടലൊക്കെ ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചാൽ ആ ഈച്ചകൾ മൊത്തം ആ കൂട്ടിലേക്ക് ഇറങ്ങി ചെയ്യും. പിന്നെ ഇതിനുള്ളിലും കുറച്ച് ഈച്ചകളുണ്ട്. അപ്പോൾ നമ്മൾ വല്ല ചെറിയൊരു പഞ്ഞി കത്തിച്ചും കാണി അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചെറിയ പുകയുണ്ട്. ആ പുകയത് അതിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പരമാവധി ഈച്ചകൾ ഇറങ്ങി പുറത്തേക്ക് പോയി. അപ്പോൾ തന്നെ അവരുടെ കൂട് അതിൽ റാണി അതിൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ആ കൂടും കുറച്ച് ഈച്ചകളും അവിടെ ഉള്ളതുകൊണ്ട് ആ മെല്ലെ മെല്ലെ ആ സ്മെല്ല് കിട്ടുമ്പോൾ എല്ലാ ഈച്ചകളും അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകും. കണ്ടോ, ഇപ്പോൾ പരമാവധി ഈച്ചകൾ മറ്റേ കൂടിൽ നിൽക്കാൻ പറ്റാണ്ടെല്ലാം പുറത്തിറങ്ങിയപ്പോൾ തന്നെ വേറെ കൂട് കണ്ടുപിടിക്കുകയും പെട്ടെന്ന് തന്നെ ഈച്ചകൾ മൊത്തം അതിലേക്ക് തിരിച്ച് കയറുകയും ചെയ്യുന്നുണ്ട് നമ്മൾ വെച്ച കൂട്ടിലേക്ക്.